ഹലോ മക്കൾസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ അല്ലെങ്കിലും ആണെങ്കിലും മക്കളോട് ഒരു കാര്യം പറയാനുണ്ട്. ക്രിസ്മസ് പരീക്ഷ നിങ്ങളുടെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. അത് എത്ര അടുത്തെത്തിയെന്നുള്ള കാര്യം എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ എന്തൊക്കെയായാലും ഞാൻ മുൻപ് നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഓണപ്പരീക്ഷ പോലെയല്ല ക്രിസ്മസ് പരീക്ഷ എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഓണപ്പരീക്ഷ എന്തായിരുന്നു, സ്കൂളിൽ ഒരു ക്ലാസ് ടെസ്റ്റ് പോലെ ആയിരിക്കും മിക്കവാറും പേർക്കും നടത്തിയിട്ടുണ്ടാവുക. ഇനി നമ്മുടെ ക്രിസ്മസ് പരീക്ഷ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ +2 ലെവലിൽ ഒരു എക്സാം തുടങ്ങാൻ പോകുന്ന ക്രിസ്മസ് പരീക്ഷക്കാണ്. അപ്പോൾ ആദ്യം എല്ലാവർക്കും ഒരു മെറി ക്രിസ്മസ് ഇൻ അഡ്വാൻസ് ആയിട്ട് ഞാൻ നേരാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ പറയുന്ന +2 പരീക്ഷ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന ഭാഗങ്ങൾ. അപ്പോൾ അതിന് മുൻപ് എനിക്കൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ ഈ പഠിക്കുന്ന ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു, ഈസി ആയിരുന്നു അല്ലെങ്കിൽ ടഫ് ആയിരുന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യണം. അത് ഏതിൻ്റെ കാര്യത്തിലാണോ, മൈക്രോ ആണോ മാക്രോ ആണോ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയത്, അല്ലെങ്കിൽ ഏതാണ് ടഫായിട്ട് തോന്നിയത് തൊട്ടതായ വീഡിയോയുടെ തൊട്ടതായ കമൻറ്റ് ചെയ്യണ്ടോ, മറന്നു പോകരുത്. കാരണം അത് വെച്ച് നമുക്കൊരു പരിപാടിയുണ്ട്. അപ്പോൾ മക്കളോട് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം ഇതായിരുന്നു, ഈ പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിലെ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നിയ ചാപ്റ്റർ ഏതാണ്, ഏറ്റവും ടഫായിട്ടുള്ള ചാപ്റ്റർ ഏതാണ്, അതുകൂടി കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് അറിയാം, ഉറപ്പായിട്ടും വരുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് ആകെ +2 പഠിക്കാനുള്ള എത്ര ചാപ്റ്ററാണ്? ആകെ നമുക്ക് മൊത്തം 12 ചാപ്റ്റർ ആയിരുന്നു പണ്ടുണ്ടായിരുന്നത്. എന്നാൽ ആ പറയുന്ന ചാപ്റ്ററിൻ്റെ എണ്ണം ഒന്ന് കുറഞ്ഞു. എന്താ കാരണം? മൈക്രോ ഇനി മുതൽ എത്ര ചാപ്റ്റർ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. 2023 സർക്കുലർ പ്രകാരം മൈക്രോ നമുക്കിനി 5 ചാപ്റ്റർ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. മാക്രോ പഴയതുപോലെ തന്നെ 6 ചാപ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ മാക്രോയിൽ നമുക്ക് 6 ചാപ്റ്റർ തന്നെയുണ്ട്, മൊത്തം 11 ചാപ്റ്റർ ഉണ്ട്. അതിൽ ആ 11 ചാപ്റ്റർ നമുക്ക് എക്സാമിന് ഉണ്ടാവില്ല. ക്രിസ്മസ് പരീക്ഷയാണ്, മോഡൽ എക്സാമിന് 11 ഉണ്ടാവും, പക്ഷേ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ആ 11 ചാപ്റ്റർ ഉണ്ടാവില്ല. പിന്നെ ഏതൊക്കെ ചാപ്റ്റർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മുടെ മൈക്രോയിൽ 4, 5 മൈക്രോയിൽ നിന്നും 2 ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ മാക്രോ നമ്മൾ തുടങ്ങുകയാണല്ലേ, മാക്രോ എന്നുള്ള ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് 1, 2, 3, 4 ഈ 4 ചാപ്റ്റേഴ്സ് ആയിരിക്കും എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ മൊത്തം എത്രയായി? 6ഉം മൊത്തം 2, 4, 6 ചാപ്റ്റർ ആയില്ലേ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് 11ൽ 6 ചാപ്റ്റേഴ്സ് ആയിരിക്കും നമുക്ക് എക്സാമിന് പഠിക്കാനുണ്ടാവുക. 11ൽ 6 ചാപ്റ്റേഴ്സ്. ഇനി അതിലൊരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു കാര്യം, നമുക്ക് ഈ പറയുന്ന 1ാമത്തെ ചാപ്റ്ററിന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി 5 ചാപ്റ്റർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടാവും. അതിൽ കിടുക്കാച്ചയായിട്ടുള്ള 3 ചാപ്റ്റർ നിങ്ങൾക്ക് വരുന്നുണ്ട്. മൈക്രോയിലെ 4ാമത്തെ ചാപ്റ്റർ കിടുക്കാച്ചി ചാപ്റ്ററാണ്. അതുപോലെ മാക്രോയിലെ 2nd ചാപ്റ്ററും ആൻഡ് 4th ചാപ്റ്റർ. ഇതെല്ലാം അത്യാവശ്യം നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുന്നതും നിങ്ങളുടെ കാലിബറിന് നടക്കുന്നതും നിങ്ങൾക്ക് എത്രത്തോളം എക്കണോമിക്സിനെ വെറുക്കാൻ പറ്റും അല്ലെങ്കിൽ സ്നേഹിക്കാൻ പറ്റും എന്നുള്ളതിന് ഒരു തെളിവ് നൽകുന്ന ചാപ്റ്റേഴ്സാണ് ഈ 3. ഓക്കെ, അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് നോക്കിക്കോളൂ. നമ്മൾ പറഞ്ഞതിന് മൈക്രോയിലെ 4, 5 പറഞ്ഞത്. മൈക്രോയിലെ 4ാമത്തെ ചാപ്റ്റർ വേറെ ഏതുമല്ല, തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പിനേഷൻ. ഓക്കെ, പെർഫെക്റ്റ് കോമ്പിനേഷനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ലോകത്ത് ഇന്ന് വരെ കണ്ടുപിടിക്കരുത് വിട്ട് ഇതുവരെ നിലവിലില്ലാത്ത ഒരു മാർക്കറ്റ്, അതായത് എക്സാമ്പിൾ പോലും പറയാൻ നമ്മുടെ മുൻവശത്ത് ഇല്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടാത്ത ഒരാളാണ് ഈ പറയുന്ന പെർഫെക്റ്റ് കോമ്പിനേഷൻ. അതിനെക്കുറിച്ചാണ് ഒരു ചാപ്റ്റർ പഠിക്കുന്നത്. അതാണ് നമ്മുടെ മാക്രോയിലെ വലിയൊരു ചാപ്റ്ററല്ല, 4th ചാപ്റ്റർ തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പെർഫെക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് പിന്നെ എന്തിനാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്ന ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ലേ? വേറെ ഒന്നുമില്ലടാ, നമ്മുടെ എക്കണോമിക്സിൽ യഥാർത്ഥത്തിൽ ഒരു റിയൽ എക്കോണമി എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥ ഏറ്റവും ഉഷാറായിട്ട് നമ്മൾ പറയാറില്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, കുറ്റങ്ങളും കുറവില്ലാത്ത മനുഷ്യരില്ല എന്ന് പറയാമല്ലോ. പക്ഷേ എല്ലാവരും പറയുന്ന കാര്യം തന്നെ കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യരാവാനാണ് ആഗ്രഹിക്കാറുള്ളത് അല്ലേ. മനുഷ്യർക്ക് എല്ലാവർക്കും നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. നമ്മൾ കൂടുതൽ പോസിറ്റീവ് കൊണ്ടുവന്ന് നെഗറ്റീവ് കുറക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഉള്ള ഒരു എക്കോണമി ആയി മാറാനാണ് ഈ പെർഫെക്റ്റ് കോമ്പിനേഷൻ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് മൈക്രോയിൽ വരുന്ന മറ്റൊരു ചാപ്റ്ററാണ്, 5ാമത്തെ ചാപ്റ്റർ, അവസാനത്തെ മൈക്രോയിലെ ചാപ്റ്ററാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈയും ഈക്വൽ ആവുന്നതാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് പ്രോബ്ലം പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ പറയുന്ന 2 ചാപ്റ്ററാണ് മൈക്രോ എന്ന് പഠിക്കേണ്ടത്. ഇനി മാക്രോയിൽ നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. മാക്രോ എക്കണോമിക്സ് എന്താണെന്ന് പറയുന്നത് അതിൽ മെയിനായിട്ട് നിങ്ങൾക്ക് ആകെ പഠിക്കാണ്ടാവുക എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സും അതുപോലെ കെയ്നീഷ്യൻ ഡെവലപ്മെൻറ്റോട് കൊണ്ടുവരാണ്ടാവുക. അതിൽ ഞാനൊരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് ചേർക്കാം. 1936 പബ്ലിഷ് ചെയ്ത 1936 പുറത്തിറങ്ങിയ കെയ്ൻസിൻ്റെ ഒരു പുസ്തകമുണ്ട്. ഓക്കെ, ജെയിംസ് കെയ്ൻസ് എന്ന് പറയുന്ന നമ്മുടെ മാക്രോ എക്കണോമിക്സിൻ്റെ പിതാവായിട്ടുള്ള കെയ്ൻസിൻ്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി മക്കളെ, ഈ പറയുന്ന 2ാമത്തെ ചാപ്റ്റർ കുറച്ച് വലിയ ചാപ്റ്ററാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നിങ്ങളുടെ എക്സാമിന് എസ്എ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിനായിരിക്കും, എസ്എ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിനായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ഒരുപാട് ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഒരു 11ഓളം ഇക്വേഷൻസ് തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂസിങ് ആകാൻ പറ്റുന്നത്, പക്ഷേ ഈസി
ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. ആൻഡ് തേർഡ് ചാപ്റ്റർ ഇതാണ് വരുന്നത്, മണി ആൻഡ് ബാങ്കിങ്. ഓക്കെ, മണി ആൻഡ് ബാങ്കിങ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ, അതുപോലെ എന്താണ് പണം, പണത്തിൻ്റെ ധർമ്മങ്ങൾ, ബാർട്ടർ സിസ്റ്റത്തിൻ്റെ പോരായ്മകൾ, അതോടൊപ്പം അവസാനമായിട്ട് മോണിറ്ററി പോളിസി ആൻഡ് മണി സപ്ലൈ. ഇത്രയും കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിക്കണ്ടല്ലേ. അപ്പോൾ ആ ചാപ്റ്റർ വളരെ ഈസി ആയിട്ട് ചോദിക്കുന്നതാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എസ്സേ ക്വസ്റ്റ്യൻ വരാവുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ, ഫോർത്ത് ചാപ്റ്ററാണ് ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇൻകം ഡിറ്റർമിനേഷൻ ഒരുപാട് പേർക്ക് +2 പഠിക്കുന്ന പലർക്കും ഇഷ്ടപ്പെടാതിരിക്കുന്ന, വെറുത്ത് പോയ, എക്കണോമിക്സിനെ വെറുത്ത് അവസാനം കുട്ടികൃഷ്ണനോട് ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞ പോലെ എക്കണോമിക്സിനെ വെറുത്ത് നിൽക്കുന്നവർക്ക് അവസാനം ഈ പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു വീഡിയോ ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നും നമ്മുടെ എക്കണോമിക്സ് കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞല്ല, ഇത് ഒട്ടുമിക്ക ആളുകളുടെയും എക്സ്പീരിയൻസ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന മിക്കവാറും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും y = C+I എന്ന് പറയുന്നത് അല്ലേ. ഇതിൽ നിങ്ങൾക്കറിയാം C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C bar plus BY എന്ന് പറയാം. I എന്ന് പറഞ്ഞാൽ ഓൾറെഡി എന്തായിരിക്കും, I bar ആയിരിക്കും എന്നുള്ള കാര്യമൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെ വെച്ച് വരുന്ന ഈ ചാപ്റ്റർ, ഫോർത്ത് ചാപ്റ്റർ, ഇങ്ങനെ മൊത്തം 6 ചാപ്റ്റർ പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിനുള്ള എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വൃത്തിയായിട്ട് പഠിക്കാം. ഇനി ഇതൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട മക്കളെ, ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ, വൃത്തിയായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ, മുന്നോട്ട് നിൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മക്കളെ, ദേ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. എഡ്യൂബോർഡിൻ്റെ കംപ്ലീറ്റ് കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൻ്റെ എല്ലാ +2 ഫാക്കൽറ്റീസും നിങ്ങളുടെ കൂടെ ഉണ്ട്. നമ്മുടെ ടീം എഡ്യൂബോർഡ് തന്നെ നിങ്ങളുടെ കൂടെ മക്കളെ. കൂടെ നിൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾക്ക് ഞാൻ പുതിയ ആളായിരിക്കും, പക്ഷേ ഈ ഫീൽഡിൽ ഞാൻ പുതിയതല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, കൂടെ നിൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമ്മളും ഈ പരീക്ഷ ഉഷാറായിട്ട് നമ്മൾ എഴുതും. നമ്മൾ ഉഷാറായിട്ട് എഴുതുക മാത്രമല്ല, നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എഡ്യൂബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.